സുഹൃത്തുക്കളെ, നമ്മൾ മലയാളികളുടെ ആത്മാഭിമാനത്തിന് വിലയിടാൻ ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു നാണോ മാനവും ഇല്ല കേട്ടോ. വിഷയം ഇതാണ്. കണ്ടോ, PMAY പോലെയുള്ള കാര്യം അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അത്തരത്തിൽ പല പേരുകളിൽ ഇന്ദിരാ ആവാസ് യോജന എന്നൊക്കെ പറയുന്ന പദ്ധതികൾക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും വരുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിനെ തടുക്കേണ്ട കാര്യമില്ല. കേന്ദ്ര ഗവൺമെന്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അടിമപ്പെടാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നതിനേക്കാൾ അതിനപ്പുറത്തേക്ക് ഇതിന് വേറെ പൊലിപ്പും തൊങ്ങലൊന്നും വേണ്ട, വേറെ അലങ്കാരങ്ങളൊന്നും വേണ്ട. KM ഷാജി അടക്കമുള്ള ലീഗ് ആയാലും ഒപ്പം തന്നെ കോൺഗ്രസ്സുകാരായാലും എന്റെ സുഹൃത്തുക്കളെ, മലയാളികളെ അടിമകളാക്കുക, മലയാളികളുടെ ആത്മാഭിമാനത്തിന് വിലയിടുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത്. ചിലപ്പോൾ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വലിയ വ്യക്തമായിട്ടുണ്ടായിരിക്കില്ല. PMAY എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരു ഫണ്ട് വിനിയോഗ പരിപാടി മാത്രമാണ് ഇത്. കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ഈ വീടുകളൊക്കെ വെച്ചു കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അതിനെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി എന്നറിയപ്പെടും. ഈ ഒരു പദ്ധതി ഇനിയും തുടരുക തന്നെ വേണം. കേരളത്തിൽ ഒരുപാട് ഏകദേശം 5 ലക്ഷത്തോളം അപ്പുറം വീടുകൾ നമ്മുടെ കേരളത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ സർക്കാർ ഭരിക്കുന്ന ഈ ഒരു സമയത്ത്. എന്തായാലും അത് കഴിഞ്ഞ് VD സതീശ മേനോൻ അധികാരത്തിൽ കയറിയിരിക്കുന്നു. VD സതീശ മേനോൻ ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുമോ, ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഈ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 5 രൂപ ചെലവഴിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിക്കുന്നത് വെറും 1.5 രൂപയായിരിക്കും. പക്ഷേ ആ 1.5 രൂപ ചെലവഴിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ചില ഫോട്ടോസുകൾ, ഉദാഹരണത്തിന് മോദിജിയുടെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു എംബ്ലം ആ വീടിന്റെ മുൻവശത്ത് തന്നെ പതിക്കണമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അന്ന് തന്നെ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു പോസ്റ്റർ, ഒരു സിമ്പൽ, ഒരു അടയാളം ഞങ്ങൾ പതിക്കില്ല. അത് പതിക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് എല്ലാ ദിവസവും താമസിക്കുന്ന ആളുകൾക്ക് തോന്നുക ഞങ്ങൾ എന്തോ ആരുടെയൊക്കെയോ അടിമകളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്തോ ആരുടെയൊക്കെ ഔദാര്യം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ അഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്ന ഒരു പരിപാടിയും ഉണ്ടാകില്ല എന്ന് അന്ന് പിണറായി വിജയൻ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നത് VD സതീശൻ എന്ന് പറയുന്ന VD സതീശ മേനോൻ നയിക്കുന്ന ആ ഒരു ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് പറയുന്നത് അവർ അങ്ങനെ പണം തരികയാണെങ്കിൽ അത് സ്വീകരിക്കും, അതിനൊപ്പം തന്നെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ PMAY വഴി വീട് കിട്ടുന്ന എല്ലാ വീടിന്റെയും മുൻവശത്ത് എന്ത് പതിക്കണം, അവർ പറയുന്ന തരത്തിലുള്ള അടയാളങ്ങളും സിംബലുകളും പതിച്ചേ വെക്കൂ എന്നർത്ഥം. അങ്ങനെ ഒരു വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ ആത്മാഭിമാനം തകരുന്നൊരു മാറ്റം VD സതീശൻ ഗവൺമെന്റിൽ നടക്കാൻ പോകുന്നു. ഇതാണ് മാറ്റങ്ങൾ കേട്ടോ. ഇതൊക്കെയാണ് ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു മനുഷ്യൻ, അദ്ദേഹം പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ മലയാളികളുടെ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മൾ മലയാളികളുടെ ആത്മാഭിമാനത്തിന് ഒരു വിലയുമില്ല എന്ന് ഒരു നാണവും മാനവും ഇല്ലാതെ ഒരു മന്ത്രി വന്ന് നിന്ന് പറയുകയാണ്. ഇനി പിണറായി വിജയന്റെ വാക്ക് കേൾക്കണോ? കേട്ടോളൂ. താമസിക്കുന്നവർ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇതാരോ നൽകിയതാണ് എന്ന തരത്തിലൊരു അടയാളം വീട്ടിന് മുന്നിൽ വെക്കുന്നത് അവരുടേതല്ല. ഒരു മിനിറ്റ്, ഇത് ഈ ഒരു വീഡിയോയ്ക്ക് എന്തൊരു പ്രശ്നമുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അനാവശ്യ മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് ഒഴിവാക്കിയിട്ടുള്ള വല്ല വീഡിയോസും ഉണ്ടോ നോക്കട്ടെ. ഇതിലുണ്ടാവുമല്ലോ. PMAY പോലെയുള്ള കാര്യം കോഴിക്കോടിന്റെ കൗൺസിലർ പ്രതിഷേധമൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് നഗരങ്ങൾക്ക് കിട്ടുന്ന PMAY ഇല്ല, അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെയുണ്ട്? അങ്ങനെ എംബ്ലം വീടുകൾ വെക്കുന്നതിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റ് തരുന്ന ഒരു സഹായം തടയേണ്ട ആവശ്യമില്ല. തടയണമെങ്കിൽ തടയണമെന്നേ. അത് തടയുകയും അത് നിങ്ങളെ പണം വേണ്ടെന്ന് പറയുകയും, അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പണം വേണ്ട, ഞങ്ങൾ സ്വന്തമായിട്ട് പണം കണ്ടെത്തിയിട്ട് ഞങ്ങളുടെ നാട്ടുകാർക്ക് വീട് വെച്ചു കൊടുത്തോളാം, 1 രൂപ തരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ എംബ്ലവും ഞങ്ങളുടെ വീടുകളുടെ, അതായത് ഞങ്ങൾ മലയാളികൾ വീടുകളുടെ മുൻവശത്ത് തന്നെ പതിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അത് അഭിമാനക്ഷതം തന്നെയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നം. അവിടെ താമസിക്കുന്നവർ അവരുടെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇതാരോ നൽകിയതാണ് എന്ന തരത്തിലൊരു അടയാളം വീട്ടിന് മുന്നിൽ വെക്കുന്നത് അവരുടേതല്ല ആ വീട് എന്ന സന്ദേശമാണ് നൽകുക. ഞങ്ങളതിലില്ല, അത്തരമൊരു പദ്ധതിയുമായി
യോജിക്കാനാവില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ്. സുഹൃത്തുക്കളെ, ഇദ്ദേഹം വളരെ പതുക്കെ പറയുകയുള്ളൂ. പക്ഷെ ആ വളരെ പതുക്കെ പറയുന്ന വാക്കുകളിൽ മുഴുവൻ ഒരു നിശ്ചയദാർഢ്യമുണ്ട്. പിണറായി വിജയൻ അങ്ങനെയാണ്. ഒരുപക്ഷെ വി.ഡി. സതീശൻ പറയുന്നവരെ ബളബള എന്തെങ്കിലുമൊക്കെ നുണകളൊക്കെയാണ് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഇതല്ല, അളന്നു മുറിഞ്ഞ് അളന്നു മുറിച്ച പദപ്രയോഗങ്ങൾ. പക്ഷെ ആ പദപ്രയോഗങ്ങളിൽ മുഴുവൻ സത്യസന്ധത മാത്രമായിരിക്കും മുറ്റി നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മുന്നേ തന്നെ പറഞ്ഞാണ്, നിങ്ങളാരും സ്കിപ്പ് ചെയ്ത് പോകരുത്. അല്ലെങ്കിൽ ഞങ്ങൾ പണം തുറന്നു തന്നില്ല എന്ന് വരും. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു, പണം തരണോ തരണ്ടേ, പദ്ധതി തുറന്ന് അനുവദിക്കണോ അനുവദിക്കണ്ടേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ ഗുണപ്പെടുത്താൻ തയ്യാറല്ല. കണ്ടില്ലേ, ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന മലയാളികളുടെ ആത്മാഭിമാനം വ്രണപ്പെടുത്താൻ തയ്യാറല്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ ആ ആത്മാഭിമാനത്തിന് ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് വി.ഡി. സതീശൻ മേനോൻ ഗവൺമെന്റിലെ ഒരു മന്ത്രി കെ.എം. ഷാജി പറയുന്നത്. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായിരിക്കും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലും ഇങ്ങനെ ഒരു വലിയ അന്തരമുണ്ടെന്ന് മനസ്സിലാക്കുക. നമുക്ക് അങ്ങനെ അദ്ദേഹം വീട് വെച്ച് തന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കെ.എം. ഷാജി എന്താണ് ചെയ്യുന്നത്? ഒരു സംശയമില്ല, നമ്മുടെ മലയാളികളുടെ ആത്മാഭിമാനത്തിന് വിലയിടുകയാണ്. ആ ഒരു ഔദാര്യത്തിന്റെ അടയാളം പേറേണ്ടവരാണോ മലയാളികൾ എന്നുള്ളത് നിങ്ങളാണ് ആലോചിക്കേണ്ടത് കേട്ടോ. ആരെങ്കിലും തരുന്ന ഔദാര്യമാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ അവകാശം കൂടിയാണ്. ഗവൺമെന്റ് നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയച്ച ആളുകൾ ഇങ്ങോട്ട് തരുന്നു പ്രത്യുപകാരം എന്നൊക്കെ വെച്ചോളൂ. അതിന് അവരുടെ ഫോട്ടോ വെക്കുക, അവർ പറയുന്ന എംബ്ലം വെക്കുക, അവർ പറയുന്നതെല്ലാം വീടിന്റെ ചുറ്റും എഴുതി വെക്കുക, അവർ പറയുന്ന നിറമടിക്കുക എന്നൊക്കെ പറയുന്നത് അപമാനകരമാണ് എന്നാണ് നമ്മുടെ പിണറായി വിജയൻ മനസ്സിലാക്കിയത്. ഇനി ലോഗോ പതിപ്പിക്കുന്നതിൽ തടയേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെ കെ.എം. ഷാജി അടക്കമുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കെ.എം. ഷാജി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, എന്തായാലും മുമ്പുള്ള പ്രസംഗങ്ങളെല്ലാം റദ്ദാക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ, എങ്കിലും ഒന്ന് ഓർമ്മിക്കുകയാണ്, താങ്കൾ മുന്നേ ആ ഇലക്ഷൻ സമയത്ത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞ സംഗതി ഇങ്ങനെയാണ്: വിശപ്പിനേക്കാൾ വലുതാണ് ഐഡന്റിറ്റി. ഇങ്ങനത്തെ രാഷ്ട്രീയം പറഞ്ഞാണ് താങ്കൾ വോട്ട് വാങ്ങിച്ചതും. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ പറയാൻ പാടുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. വീട് നമ്മൾ ഓരോ മനുഷ്യരുടെയും ഒരു സ്വകാര്യ ഇടമാണ്, അല്ലെ? നമ്മുടെ ഒരു സ്വകാര്യ ഇടമാണ്. അത് ഒരു ഔദാര്യത്തിന്റെ ഭാഗമായി കിട്ടിയതാണെന്ന് നിരന്തരം കേൾക്കേണ്ടി വരുന്നത് അത്ര സുഖമല്ലാത്ത ഒരു പരിപാടിയാണ്. ഇനി എന്താണ് PMAY? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 282 പ്രകാരം ഇതൊരു ധനവിന്യാസ വഴിയാണ്. ഒരു ധനം എങ്ങനെ വിനിയോഗിക്കണം അതിൻ്റെ ഒരു വഴി മാത്രമാണ്. അതല്ലാതെ ഇത് മോദിയുടെയോ BJP-ക്കാരുടെയോ ഔദാര്യമായിട്ടൊന്നും ആരും കരുതേണ്ട കാര്യമില്ല. കുറഞ്ഞ പക്ഷം ഇത് കെ.എം. ഷാജി എങ്കിലും മനസ്സിലാക്കണം. കാരണം അദ്ദേഹം അത്രയേറെ ഒരു കാലഘട്ടത്തിൽ മോദിക്കെതിരെയും ഒപ്പം തന്നെ BJP-ക്കെതിരെയൊക്കെ ഘോരഘോരം പ്രസംഗിച്ചിരുന്ന മനുഷ്യനാണ്. വലിച്ചു താഴെയിടും, എങ്ങോട്ടാണ് അറബിക്കടലിലേക്ക് പറഞ്ഞയക്കും എന്നൊക്കെ പ്രസംഗിച്ചൊരു മനുഷ്യനാണ്. അറ്റ്ലീസ്റ്റ് ഇദ്ദേഹമെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരല്പസ്വല്പമൊക്കെ ഒരു എന്താ പറയുക, എത്തരത്തിലൊരു മാനസികമായിട്ടുള്ളൊരു മാറ്റമൊക്കെ ഉണ്ടാവേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പക്ഷേ പ്രതീക്ഷിച്ച കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഭരിക്കുന്നത് നമ്മുടെ കോൺഗ്രസ്സുകാരാണെങ്കിലും ഭരണത്തിന്റെ ആ നൂലുകളെല്ലാം പിടിച്ചിരിക്കുന്നത് 3 BJP-ക്കാരാണോ എന്ന് ജനങ്ങൾക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇനി ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുക തന്നെ വേണം. പിണറായി വിജയൻ സംസാരിക്കുന്നത് പതുക്കെയാണ്, കേൾക്കുക. ഈ ലൈഫിന്റെ ഭാഗമായിട്ട് അതില് ഏറിയ തോതിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത് 1500 രൂപയാന്ന് തോന്നുന്നു. അപ്പൊ അതിനകത്ത് 2500 രൂപ, 1,50,000 രൂപ, 2,50,000 കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ്. ആ ഭാഗം അവര് പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം. ആ ലോഗോവിന് ഫോട്ടോ കാര്യമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല. ഞങ്ങളിപ്പോ അന്ന് ഈ 4.5 ലക്ഷത്തിലധികം ഒന്നും ആയിട്ടില്ല വീട്. 3 ലക്ഷത്തിലധികം തോന്നുന്നു ആയത്. 4 ലക്ഷത്തിനടുത്തെത്തുന്നു. അപ്പൊ 3 ലക്ഷത്തിലധികം വീട് ഇപ്പോ ആയിക്കഴിഞ്ഞു. അന്ന് പറഞ്ഞതാണ്. ആ വീട്ടിൽ ഒരിടത്തും ഞങ്ങൾ ഈ ഒരു ലോഗോ വെച്ചിട്ടില്ല, ആരെയും ഫോട്ടോ ഇല്ല. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.
പക്ഷെ അവർ നിർബന്ധിച്ചു നിന്നു. അവസാനം ഒരു ഘട്ടത്തിൽ അതിന്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പൊ തീർത്ത് പറഞ്ഞു അത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ സഹായം തരാൻ പറ്റില്ല എന്നൊരു സഹായം തന്നില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അവരാണ് പുനരാലോചിക്കേണ്ടത്, പുനരാലോചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ന്യായം എന്നല്ലേ എന്തൊരു മനുഷ്യൻ. ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പിണറായി വിജയനായിരുന്നു ശരി. ഈ പറയപ്പെട്ട ധാർഷ്ട്യം, ഈ പറയപ്പെട്ട അഹങ്കാരം, ഈ പറയപ്പെട്ട താൻപോരുമൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന എന്താ പറയുക ചിരികൾക്കപ്പുറത്ത്, പൂക്കിച്ചിരികൾക്കപ്പുറത്ത് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരായിരുന്നു നമ്മുടെ കേരളം ഭരിക്കേണ്ടിയിരുന്നെന്ന് ഒരു 30 ദിവസം കൊണ്ട് കേരളത്തിലെ പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം ധൈര്യപൂർവ്വം. ബൈ.